വിമർശിച്ചവർക്കടക്കം നന്ദിയെന്ന് മന്ത്രിസ്ഥാനം ഉറപ്പിച്ച ബിന്ദു കൃഷ്ണ 24നോട് എവിടെ നിന്നവരും ജയിക്കാത്തവൾ എന്ന ആക്ഷേപവും പരിഹാസവും ഏറ്റുവാങ്ങേണ്ടി വന്നു. പാർലമെന്ററി ജനാധിപത്യത്തിലേക്ക് എത്തുക ലക്ഷ്യമല്ലായിരുന്നു. കൊല്ലത്തെ ജനതയ്ക്ക് നന്ദിയെന്നും ബിന്ദു കൃഷ്ണ പറഞ്ഞു. ആദ്യമേ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഇപ്പോൾ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്ന മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷയായി, ഒടുവിൽ MLA ആയി, DCC അധ്യക്ഷയായി, MLA ആയി, ഇപ്പോൾ മന്ത്രിസ്ഥാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്ത് തോന്നുന്നു ഈ ഒരു നിമിഷത്തിൽ? കാരണം ഒട്ടനവധി ത്യാഗങ്ങൾ സഹിച്ച് വന്ന വഴികളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു നിമിഷത്തെ എങ്ങനെ കാണുന്നു? വളരെയേറെ അഭിമാനത്തോടെയും അതിലേറെ സന്തോഷത്തോടും കൂടി ഈ നിമിഷത്തെ നോക്കിക്കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെ ഈ നിലയിൽ എത്തിച്ചതിന് ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ചത് കൊല്ലത്തെ പ്രിയപ്പെട്ട പ്രബുദ്ധരായ ജനതയാണ്. അവരോടുള്ള നന്ദി അറിയിക്കുന്നു. സ്കൂൾ തലം മുതൽ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനത്തിലും യുവജന കാലഘട്ടത്തിലും വനിതാ രാഷ്ട്രീയ പ്രവർത്തന കാലഘട്ടത്തിലും പൊതുരാഷ്ട്രീയത്തിൽ ഇടപെട്ടപ്പോഴുമൊക്കെ എനിക്ക് താങ്ങായി തണലായി നിന്ന, പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് പരാജയങ്ങളിൽ പതറാതെ മുന്നോട്ട് പോകാനുള്ള ഊർജം പകർന്നു തന്ന കുടുംബാംഗങ്ങൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ, അഭ്യുദയകാംക്ഷികൾ അടക്കമുള്ള, വിമർശിച്ചവരടക്കമുള്ള എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള നന്ദി. അതിനുമപ്പുറത്തേക്ക് ഈ സ്ഥാനലബ്ധിയെ കേരളത്തിലെ വനിതകൾക്കുള്ള അംഗീകാരമായി കൂടി നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നമ്മൾ പല സന്ദർഭങ്ങളിൽ കണ്ടിട്ടുള്ളതാണ്, പാർട്ടി വലിയ തോൽവികൾ ഏറ്റുവാങ്ങിയ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കേണ്ടി വരുന്നു, അവിടെയും തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു. പക്ഷേ കഴിഞ്ഞ തവണ കൊല്ലത്തെ ആ തോൽവിക്ക് ശേഷം മണ്ഡലത്തിൽ പൂർണ്ണമായി ഉണ്ടായിരുന്ന ഒരാളെയാണ് നമ്മൾ കണ്ടത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം ആയി എത്തിയത്? തീർച്ചയായും ഞാൻ പൊതുരംഗത്തൊക്കെ നിൽക്കുമ്പോൾ പാർലമെന്ററി ജനാധിപത്യത്തിൽ എത്തിപ്പെടുക എന്നുള്ളത് ആത്യന്തിക ലക്ഷ്യമായി കണ്ട ഒരാളല്ല. ഞാൻ അമിതമായി രാഷ്ട്രീയത്തെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും എൻ്റെ പിതാവിൻ്റെ രാഷ്ട്രീയം കണ്ട് വളർന്നതുകൊണ്ട് അമിതമായി രാഷ്ട്രീയ പ്രവർത്തനം, വ്യക്തിജീവിതത്തോടൊപ്പം രാഷ്ട്രീയ പ്രവർത്തനം തുല്യ പ്രാധാന്യം നൽകി വന്ന ഒരാളാണ്. എന്തായാലും ഇനി പാർട്ടിയിൽ നിന്ന് ഔദ്യോഗികമായിട്ടുള്ള ഒരു അറിയിപ്പ് കൂടി മാത്രമേ ലഭിക്കാനുള്ളൂ. മന്ത്രിസ്ഥാനം ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് ബിന്ദു കൃഷ്ണയ്ക്ക്. അരുണിനൊപ്പം ജിബിൻ GB 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.